ഹലോ ഹായ്, നമ്മൾ ഇന്നൊരു ഗിവ് അവേൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ആണ്. നമ്മളെ ഫസ്റ്റത്തെ ഗിവ് അവേ ആണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഗിവ് അവേയിൽ നമ്മൾ 2 വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായത് ഗിവ് അവേൻ്റെ ഭാഗമായിട്ട്. അപ്പം ഒന്ന് ഗിവ് അവേൻ്റെ ഐറ്റംസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ നമ്മളതിനെ ഒന്നും കൂടി ഇൻഫോം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആ വീഡിയോ നമ്മൾ 20-ാം തീയതിയാണ് ഇട്ടിട്ടുണ്ടായി, 25-ാം തീയതി, അതായത് ഇന്ന് നമ്മൾ വീഡിയോയിൽ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായി ഗിവ് അവേൻ്റെ. അപ്പം വ്യൂവേഴ്സ് എല്ലാം വളരെ കുറവാണെന്നുണ്ട്. നോർമൽ വീഡിയോക്കുള്ളതിൻ്റെ പകുതി വരെ ഗിവ് അവേക്ക് വ്യൂവേഴ്സ് ഉണ്ടായിട്ടില്ല. അപ്പം അത് സാറില്ല, നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ കൊടുക്കണം എന്നാണ് ഏറ്റവും ആഗ്രഹമുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ വീഡിയോ. അതിൽ 239 കമൻസാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്, അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്കാണോ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്, പക്ഷേ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് രണ്ടാഴ്ച കൂടുമ്പോൾ ഇല്ലെങ്കിൽ 1 മന്ത് കൂടുമ്പം നമ്മൾ ഓരോ ഗിവ് അവേ വെച്ചിട്ട് വെക്കും എന്നുള്ളത്. അത് എന്തായാലും മുന്നോട്ട് പോകും, പക്ഷേ അതിൻ്റെ റൂൾസ് ഇങ്ങനെ ആയിരിക്കില്ല. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോക്ക് എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കമൻ്റ് ഇടാം. ഏറ്റവും കൂടുതൽ വീഡിയോസിൽ കമൻ്റ് ഇടുന്നത് ആരാണോ അവർക്കാണ് നമ്മൾ ഈ വിന്നറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക, അവരെയാണെന്നാണ്. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ കമൻസും പോയിട്ട് നോക്കണം നമ്മൾ. അത് ലാസ്റ്റ് അടിയിൽ വരെ ഉള്ളതുണ്ട്, ചിലവരിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇടുന്നത് നമ്മൾ ഇട്ട ആ വീഡിയോക്ക് മാത്രമായിരിക്കും. അതും കമൻസും കാര്യങ്ങളെല്ലാം ഞാൻ അന്നേരം ആ റൂൾസും കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ്. ഇതിന് ആകെ 564 വ്യൂ ആണ് ഉണ്ടായത്. എൻ്റെ ടോട്ടലി ഓരോരിക്കും ഉണ്ടാകുന്ന ഇതിനെല്ലാം ഷോർട്സിനെല്ലാം ഇതിനെക്കാട്ടിലും റീച്ച് ഉണ്ടാവലുണ്ട്. ഇത് നന്നേ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സാറില്ല, നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹം. അപ്പം നമുക്ക് നോക്കാം. എൻ്റെ സബ്സ്ക്രൈബറിന് തന്നെ, ആദ്യമേ ഉള്ള സബ്സ്ക്രൈബറിന് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നത്. പിന്നെ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കണ്ട, ഇനിയും ഗിവ് അവേഴ്സ് ഉണ്ട്. പിന്നെ കമൻസ് നമുക്ക് നോക്കാം. ഞാനിതിൽ കുറച്ച് എനിക്കിപ്പം അറിയാം, ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിന്. ഇപ്പം സമയം 5:54 ഗൈസ്. ഞാൻ വൈകുന്നേരം 4 മണിക്ക് സെലക്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായ വിന്നറിനെ. പക്ഷേ കറണ്ട് പോയി, ഇപ്പോഴും കറണ്ടില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഓരോരോ ഇതെല്ലാം അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയിന്. അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ്. ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ട 3 വ്യക്തികളെ ഞാൻ പറയാം. ഫസ്റ്റത്തത് ബബ്ലിയാണ്. ബബ്ലീൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് 82 കമൻ്റ് ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഉള്ളത് ഒരു അവക്കാഡൽസ് എന്ന് പറഞ്ഞ ചാനലാണ്. ആ ചാനലിൽ നിന്ന് എനിക്ക് 81 കമൻ്റ് ഉണ്ട് കേട്ടോ. അടുത്തത് കീർത്തി രാധാകൃഷ്ണനാണ്. കീർത്തി രാധാകൃഷ്ണൻ 100+ ഉണ്ട് കമൻ്റ് കേട്ടോ. ഇതാ ഗൈസ്, കീർത്തി രാധാകൃഷ്ണൻ 100+ കമൻറ്റ്സ്. അപ്പം നമ്മളെ വിന്നർ കീർത്തി രാധാകൃഷ്ണൻ ആണ്. കീർത്തി രാധാകൃഷ്ണൻ എൻ്റെ ഫ്രണ്ടാണ് ഗൈസ്, കോളേജിലെ. അപ്പം എല്ലാവർക്കും ഞാൻ ഫ്രണ്ട് ആയതുകൊണ്ട് കൊടുക്കുന്ന അങ്ങനെയൊന്നല്ല. ഇവളാണ് ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ടിട്ടുള്ളത്. തൊട്ടുപുറകെ ആൾക്കാരെല്ലാം ഉണ്ട്. ഇങ്ങനെ 3 ആൾക്കാരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ ഉള്ളത്. അപ്പം ഞാനിപ്പം ഒരു കമൻ്ററിലെ പിക്ക് ചെയ്യുന്നില്ലോ. അപ്പം നമുക്ക് ഒരു വിന്നറാണുള്ളത്. അപ്പം നമുക്ക് കീർത്തി രാധാകൃഷ്ണന് നമ്മളുടെ ഗിഫ്റ്റ് കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായത്, ഞാൻ ടോപ്പ് കമൻറ്ററിനാണ് തിരഞ്ഞെടുക്കാമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിന്. അന്നേരം ഇവള് ഗിവ് അവേന് മുന്നേ കമൻ്റ് ഇടുന്നത് കൊണ്ടാണ് ഇവൾക്ക് കിട്ടിയിട്ടുണ്ടാകുക. പിന്നെ ഇവള് കമൻസ് കൂടുതൽ ഇപ്പോഴും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആരും വിഷമിക്കണ്ട, എല്ലാവർക്കും ഉണ്ടാകുന്നതായിരിക്കും. ഗിഫ്റ്റൊക്കെ ഉള്ള കയ്യിൽ കൊടുക്കുന്നത്. പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്കിതിൻ്റെ ആപ്പ് വെച്ചിട്ടൊന്നും കമൻ്റൊന്നും ഇതാക്കാൻ കഴിയില്ല. കാരണം ഒരു വീഡിയോൻ്റെ അകത്തുള്ള കമൻ്റ് ആണ് എങ്കിൽ നമുക്കൊരാളെ തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഇനി ആവില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ടോട്ടലി ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള വീഡിയോസിലെല്ലാം കമൻ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം കിട്ടാത്തവർ വിഷമിക്കൊന്നും വേണ്ട. ഇനിയും ഞാൻ ഗിവ് അവേ കൊണ്ടുവരുന്നതായിരിക്കും. ആ ഗിവ് അവേ കൊണ്ടുവരുന്ന വീഡിയോക്ക് കമൻറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല, അല്ലാത്ത വീഡിയോസിനും കമൻറ്റ് ചെയ്യാം. അപ്പം ഇത്രയും. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.